വി.ഡി. സതീശൻ സർക്കാരിൽ തുടർച്ചയായി വിവാദങ്ങളിൽ പെടുകയാണ് ആരോഗ്യവകുപ്പ്. മന്ത്രിയും ഉദ്യോഗസ്ഥരും തമ്മിൽ ഏകോപനക്കുറവുണ്ടെന്നാണ് പരാതി. നിപ്പ, കോളറ കേസുകളിൽ മന്ത്രിയും ഉദ്യോഗസ്ഥരും പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയത് വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കിയത്. നമുക്ക് ആ പ്രതികരണങ്ങൾ കാണാം. പൂനെയിൽ നിന്നുള്ള റിസൾട്ട് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. എങ്കിലും നടത്തിയ എല്ലാ പരിശോധനകളിലും ആ പേഷ്യൻറ്റിന് നിപ്പ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി പൂനെയുടെ റിസൾട്ടും കൂടിയാണ് വരാൻ ബാക്കിയുള്ളത്. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കൺഫേം ആയിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കാണെന്ന് തോന്നുന്നു അദ്ദേഹം അതിൻ്റെ പ്രസ് ബ്രീഫിംഗ് തന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. NIV പൂനെയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. പോസിറ്റീവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് കോളറയുടെ കാര്യത്തിലും ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പിശക് പറ്റി. കോളറ സ്ഥിരീകരിച്ചതായിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നു. എന്നാൽ കോളറ ലക്ഷണം മാത്രമേ ഉള്ളൂ, കോളറ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് DMO പറയുന്നു. ഇന്നലെ പാലക്കാട് വൈത്തിരിയിൽ 2 കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഇരുന്ന് ഇത് നിയന്ത്രിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ യോഗം എപ്പോഴും വിളിക്കാൻ കഴിയും. ഏതായാലും നാളെ DHSഉം DME ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു ടീം തന്നെ കോഴിക്കോട് വന്ന് കലക്ട്രേറ്റിൽ 11:30 മണിക്ക് യോഗം വിളിച്ചിട്ടുണ്ട്. അതിൽ ബാക്കി കാര്യങ്ങൾ ഇതുവരെ ഒരു കണ്ടെയ്ൻമെൻറ്റ് സോൺ ആക്കേണ്ട യാതൊരു സാഹചര്യം ഇപ്പോഴില്ല. കൃത്യമായ ഏകോപനക്കുറവുണ്ടായിരുന്നു എന്നുള്ളത് തെളിവാണ്. അതിൽ നിപ്പയുടെ കാര്യത്തിലാണെങ്കിൽ കളക്ടറുമായും കോളറയുടെ കാര്യത്തിലാണെങ്കിൽ DMOയുമായിട്ടുമൊക്കെ കൃത്യമായ ആശയവിനിമയം ഉണ്ടായിരുന്നില്ല. നിർണായക ഘട്ടത്തിലെ ഏകോപനക്കുറവിൽ ഡോക്ടർമാർക്കിടയിലും കടുത്ത അതൃപ്തിയുണ്ട്. ജില്ലകളിൽ വിവരങ്ങൾ ക്രോഡീകരിക്കുന്നതിൽ പോലും വീഴ്ചയുണ്ടായി. നിർണായക ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ സ്ഥലം മാറ്റിയ നടപടിയിലും അമർഷം പുകയുകയാണ്. MJ പ്രതീഷ് ഉണ്ട്. MJ പ്രതീഷ്, എന്തൊക്കെയാണെങ്കിലും ആരോഗ്യമേഖലയിൽ പ്രത്യേകിച്ച് പകർച്ചവ്യാധി വരുമ്പോഴും ഇതേപോലുള്ള അസുഖങ്ങൾ വരുന്ന സമയത്തും ആരോഗ്യമേഖലയിലെ ഉദ്യോഗസ്ഥർ ഒറ്റക്കെട്ടായി നിന്ന് കൃത്യമായ ഏകോപനത്തോടു കൂടിയാണ് ആ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തിരുന്നത്. ഇപ്പോൾ ആ പ്രതിരോധ സംവിധാനമാണോ മൊത്തം പാളിയിരിക്കുന്നത്? എന്താണ് ആരോഗ്യ പ്രവർത്തകർക്കിടയിലെ ഈ പുതിയ നീക്കത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് ഡയറക്ടറെയൊക്കെ നീക്കം ചെയ്തതിനെക്കുറിച്ചുള്ള പ്രതികരണം? MJ പ്രതീഷ്. അരുൺകുമാർ, ആരോഗ്യവകുപ്പിൽ മൊത്തത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിലെ മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ പ്രകടമാണ്. പ്രധാനമായും ഒരു ഏകോപനക്കുറവാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും ഈ പകർച്ചവ്യാധി ഒരു സാഹചര്യമുണ്ട്. അതിൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതാണ്. അതിൽ ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ആ ഘട്ടത്തിലാണ് മന്ത്രി തന്നെ ഒരു കാര്യം പറയുന്നു, ഉദ്യോഗസ്ഥർ മറ്റൊരു കാര്യം പറയുന്നു. അങ്ങനെ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു. അതിൽ ആദ്യം പറഞ്ഞത് അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ നിപ്പയുമായി ബന്ധപ്പെട്ടാണ്. പൂനെ വൈറോളജി ലാബിലെ ഫലം ഉച്ചയ്ക്ക് വന്നുവെന്ന് ജില്ലാ കളക്ടർ പറയുമ്പോൾ വൈകുന്നേരം വാർത്താസമ്മേളനം നടത്തിയ ആരോഗ്യമന്ത്രി പറയുന്നു ഇതുവരെ ആ ഫലം ലഭിച്ചിട്ടില്ല എന്നതാണ്. മറ്റൊന്ന്, വളരെ അപൂർവമായാണ് സംസ്ഥാനത്ത് കോളറ സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ പാലക്കാട് 2 പേർക്ക് കോളറ സ്ഥിരീകരിച്ചുവെന്ന് ആരോഗ്യമന്ത്രി ഔദ്യോഗികമായി തന്നെ മാധ്യമങ്ങളോട് പറയുന്നു. പക്ഷേ ജില്ലാ മെഡിക്കൽ ഓഫീസർ അത്തരത്തിൽ രോഗലക്ഷണങ്ങളാണ് പ്രകടമായിട്ടുള്ളത്, പരിശോധന നെഗറ്റീവായി എന്നുകൂടി പറയുന്നു. അത്തരത്തിൽ വലിയ അവ്യക്തതകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ പകർച്ചവ്യാധി സമയത്ത് ഇത്തരത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് പ്രധാനമായും ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്ന കാര്യം. ഇത്തരത്തിൽ തുടർച്ചയായ ആരോഗ്യവകുപ്പ് വിവാദത്തിൽ പെടുന്നത് ഡോക്ടർമാർക്കിടയിലും അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. കാരണം അത്രത്തോളം ഈ വകുപ്പിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ് ഡോക്ടർ. അവരുടെ മനോവീര്യം ഉൾപ്പെടെ തല്ലിക്കെടുത്തുന്ന ഒരു നിലയിലേക്ക് അത് പോകും. മാത്രമല്ല, ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ സ്ഥലം മാറ്റത്തിലും ഒരു വിഭാഗം ഡോക്ടർമാർക്ക് അതൃപ്തിയുണ്ട്. കാരണം ഭരണപരമായ തീരുമാനമാണ്, അത് സർക്കാരിന് എടുക്കാം. പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു നിർണായക സമയത്ത് തിടുക്കപ്പെട്ട് ഇല്ലാത്തൊരു കാരണമുണ്ടാക്കി ഒരു സ്ഥലം മാറ്റം വേണ്ടിയിരുന്നില്ല എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. അരുൺകുമാർ. ഓക്കെ, പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ആരോഗ്യവകുപ്പിൽ പ്രത്യേകിച്ച് നിപ്പയെ നേരിടുന്ന കാര്യത്തിൽ, ഷിഗല്ലയെ നേരിടുന്ന കാര്യത്തിൽ, പനിയെയൊക്കെ നേരിടുന്ന കാര്യത്തിലൊക്കെ ഒരു ഏകോപനക്കുറവുണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മറ്റു ചില കാരണങ്ങളുടെ പുറത്ത് മാറ്റിയിരിക്കുന്നത് എന്നുള്ളതും ഇപ്പോൾ ഡോക്ടർമാർക്കിടയിൽ അമർഷത്തിന് കാരണമാകുന്നു.